പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയുണർത്തി ഇറാനു നേരെ അമേരിക്കയുടെ പുതിയ ആക്രമണം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായാണ് പുതിയ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാനുമായുള്ള ഇടക്കാല സമാധാന കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 3 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് തങ്ങളുടെ പുതിയ നീക്കമെന്ന് അമേരിക്കൻ സൈന്യത്തിനെ മിഡിൽ ഈസ്റ്റ് കമാൻഡ് അറിയിച്ചു. അന്താരാഷ്ട്ര ജലപാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ കടന്നുകയറ്റങ്ങളെ വെച്ചു പൊറുപ്പിക്കില്ലെന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായാൽ പ്രത്യാഘാതം ഇതിലും വലുതായിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കൻ നടപടിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉടനുണ്ടാകുമെന്ന് ഇറാന്റെ ഉന്നത സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ തങ്ങൾ ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, തീരദേശ നഗരങ്ങളായ കൊനാറക്, ചബഹാർ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ വ്യോമാക്രമണം പൂർണ്ണമായും ലക്ഷ്യം വെച്ചത്. ഇറാൻ ഷഹർ വിമാനത്താവളത്തിലുണ്ടായ അമേരിക്കൻ ആക്രമണത്തിൽ ഒരു അഗ്നിരക്ഷാ സേനാംഗം കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തതോടെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരുകയാണ്. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $79 മുകളിലെത്തി. നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ സമാധാന കരാർ പൂർണ്ണമായും തകർന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ സൈനിക നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ UN രക്ഷാസമിതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.